എൻ്റെ പേര് ഗോപകുമാർ PR. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചീഫ് ഡയാലിസിസ് ടെക്നീഷ്യനാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസിനെ കുറിച്ചാണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ്. അതിന് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് രോഗിയുടെ വയറിനുള്ളിൽ, അതായത് നമ്മളുടെ ആമാശയത്തെ കവർ ചെയ്ത് ഒരു പെരിറ്റോണിയൽ ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിക്കകത്തോട്ട് നമ്മളൊരു സർജറിയിലൂടെ ഒരു പുറമേ നിന്നൊരു കുഴൽ ഘടിപ്പിക്കുകയും ആ കുഴലിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ അതിനുള്ള അടപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ ഡയാലിസിസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നൊരു ദ്രാവകം വയറിനകത്തോട്ട് നിറയ്ക്കുകയും ആ ദ്രാവകം നിറയ്ക്കുന്ന സമയം പേഷ്യൻ്റ് കിടക്കുക തന്നെ ചെയ്യണം. ആ നിറയ്ക്കുന്ന 10 മിനിറ്റ് പേഷ്യൻ്റ് കിടക്കണം. നമ്മൾ 2 ലിറ്റർ ഫ്ലൂയിഡാണ് നമ്മൾ ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്ക് നിറയ്ക്കുന്നത്. ആ സമയത്ത് രോഗികൾ കിടന്നു കഴിഞ്ഞ് ഈ 10 മിനിറ്റ് അടച്ച് നമ്മൾ ഫ്ലൂയിഡ് വെച്ചതിന് ശേഷം രോഗികൾക്ക് പിന്നെ ഏത് ജോലി വേണേലും ആ സമയത്ത് ചെയ്യാം. 10 മിനിറ്റുള്ള സമയം കഴിഞ്ഞ് 4 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ദ്രാവകം നമുക്ക് പുറത്തെടുക്കണം 4 മണിക്കൂർ. അതിന് നമ്മൾ ഒരു ഡ്രെയിൻ ബാഗ് ഉപയോഗിച്ച് ഇതിൽ ഘടിപ്പിക്കുകയും ക്ലാമ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലുള്ള ഫ്ലൂയിഡ് നമ്മൾ റിമൂവ് ചെയ്യുകയും വേണം. ഇതിനകത്ത് കിടക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കൂടെ നമ്മുടെ രക്തത്തിലുള്ള മാലിന്യങ്ങൾ ഈ ദ്രാവകത്തിലോട്ട് വരികയും ഈ ദ്രാവകത്തിലുള്ള പോഷകങ്ങൾ നമ്മുടെ ബ്ലഡിനകത്തോട്ട് പോവുകയും ചെയ്യും. അതിനുശേഷം നമ്മളിത് ഡ്രെയിൻ ചെയ്ത് ഈ 2 ലിറ്റർ ഫ്ലൂയിഡും പിന്നെ നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ഫ്ലൂയിഡും എല്ലാം റിമൂവ് ചെയ്ത് വരുന്നതാണ്. ഈ സമയത്ത് ഇത് കഴിഞ്ഞ് ഈ 10 മിനിറ്റ് നിറയ്ക്കുന്നതും 20 മിനിറ്റ് നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന ഈ സമയം ഒഴിച്ചു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് എന്ത് ആക്ടിവിറ്റി വേണേലും ചെയ്യാം. ഇതിനുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് രക്തക്കുഴലുകൾ കിട്ടാത്ത കുട്ടികൾക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും വീട്ടിൽ വെച്ച്. അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് ഏറ്റവും ഉത്തമമാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പിന്നുള്ളത് നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻറ്റിന് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. തീർച്ചയായിട്ടും അത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. പിന്നെ പെരിറ്റോണിയൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അമിതവണ്ണമുള്ളവരും സർജറി ചെയ്തിട്ടുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പെരിറ്റോണിയൽ ക്യാവിറ്റി പൊട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പേഷ്യൻറ്റിന് എന്ത് ആക്ടിവിറ്റീസ് വേണേലും ഇതിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പേഷ്യൻറ്റിന് നമുക്ക് അവർക്ക് കഴിക്കുന്ന ഫ്ലൂയിഡ് ആഹാരങ്ങൾ കുറച്ച് നിയന്ത്രിക്കേണ്ടി വരും. കാര്യമെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളും ഇതിനകത്ത് ഈ നമ്മൾ നിറയ്ക്കുന്ന ദ്രാവകത്തിനകത്ത് ഷുഗറും കൂടുതലുള്ളതിനാൽ അവർക്ക് ഡയറ്റ് റെസ്ട്രിക്ഷൻസ് കുറച്ച് ഉണ്ടാകേണ്ടി വരും. അതാണ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇതിനകത്തൊരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കൈ സാനിറ്റൈസ് ചെയ്ത് വളരെ നല്ല ശുദ്ധമായ രീതി വേണം നമ്മൾ ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇൻഫെക്ഷൻ ഉണ്ടായാൽ അത് രോഗിയുടെ മരണത്തിലേക്ക് കൂടെ പോകാനുള്ള സാധ്യതകൾ കൂടിയാണ്. അതുകൊണ്ട് എപ്പോഴും വളരെ വൃത്തിയോടും ശുദ്ധമായും വേണം നമ്മളിത് ചെയ്യേണ്ട കാര്യം. അതിലെന്നുണ്ടെങ്കിൽ ഇത് വളരെ നമ്മൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതുപോലെ തന്നെ ഓരോ ബാഗ് മാറ്റുമ്പോഴും ഇതിൻ്റെ ക്യാപ്പ് മാറ്റി കൊടുക്കേണ്ടതാണ്. കാര്യം അകത്ത് തന്നെ ഓരോ ബാഗ് മാറ്റുമ്പോൾ ഈ ക്യാപ്പിനകത്ത് തന്നെ നമ്മുടെ ബിറ്റാഡിനടങ്ങിയ ക്യാപ്പുണ്ട്. ആ ക്യാപ്പ് മാറ്റി ഇടേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളൂടെ. അതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻറ്റിന് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു ക്ലിയറൻസ് കുറഞ്ഞു വരും. എപ്പോഴും നമുക്ക് ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ അത്രയും ആ ഒരു 100% നമുക്കൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് ഡയാലിസിസിലേക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഹീമോ ഡയാലിസിസിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നുണ്ട്. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിൻ്റെ ആഹാര ക്രമീകരണങ്ങൾ.
ആഹാര ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം കൂടിയ ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഒഴിവാക്കണം. അതുപോലെ വെള്ളം, കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നുള്ള കാര്യം, ഇവർക്ക് ഈ ഫ്ലൂയിഡ് നിറയ്ക്കുന്ന 10 മിനിറ്റും അതുപോലെ ഡ്രെയിൻ ചെയ്യുന്ന 20 മിനിറ്റും ഇവർക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നടുവേദന ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ പെരിറ്റോണിയൽ ഡയാലിസിസിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ എപ്പോഴും നല്ല പേഷ്യൻ്റ്, ഇതുപോലുള്ള ട്രാൻസ്പ്ലാന്റ് പേഷ്യൻറ്റോ അതല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ളവർക്കൊക്കെയോ രക്തക്കുഴൽ കിട്ടാത്തുള്ള ഇവർക്കൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് നല്ലതാണ്. കാര്യമെന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകൾ കിട്ടാതെ വരുമ്പം ഏറ്റവും നല്ലതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അവർക്ക് ഹോം ഡയാലിസിസ് അതിനുള്ള ട്രെയിനിങ് നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്. കാര്യം നല്ല വൃത്തിയായും എപ്പോഴും മാസ്ക് ധരിച്ച് സാനിറ്റൈസ് ചെയ്ത് വേണം നമ്മളിത് ഹാൻഡിൽ ചെയ്യാൻ.